നമസ്കാരം, സ്വാഗതം. നമ്മുടെ മുന്നിൽ ഇപ്പോൾ ഡയറക്ട് സെല്ലിംഗ് രംഗത്തെ ഒരു പ്രധാന കമ്പനിയായ വെസ്റ്റീജിനെ കുറിച്ചുള്ളൊരു വീഡിയോയാണ്. ഇതിൽ സംസാരിക്കുന്നത് അതിന്റെ ഏറ്റവും പ്രമുഖരായ ലീഡർമാരിൽ ഒരാളായ SP ഭരിലാണ്. നിങ്ങൾ ഞങ്ങൾക്ക് തന്ന ഈ സോഴ്സ് ശരിക്കും ഇത് വെറും ഒരു ബിസിനസ് അവസരത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. അല്ല, ഇത് ആളുകളുടെ സ്വപ്നങ്ങളെയും പ്രതീക്ഷകളെയും കുറിച്ചാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ സന്ദേശം എന്തുകൊണ്ടിത്ര ശക്തമായി ആളുകളിലെത്തുന്നു എന്നാണ്. ഒരു ബിസിനസ് ആശയത്തെ എങ്ങനെയാണ് ഇത്രയധികം പ്രചോദനം നൽകുന്ന ഒന്നാക്കി മാറ്റുന്നത്? അതെ, നമുക്കിതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് തന്നെ പരിശോധിക്കാം. എന്തുകൊണ്ടാണ് വെസ്റ്റീജ് എന്ന ആശയം ഇത്രയധികം പ്രചാരം നേടുന്നത്? വലിയ സ്വപ്നങ്ങളെ ഇത്ര സിമ്പിളായി നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു വഴിയായി ഇതിനെ എങ്ങനെയാണ് ഈ സോഴ്സിൽ കാണിക്കുന്നത്? അപ്പോ ഭരില് തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായ ഒരു പ്രസ്താവനയോടെയാണ്. ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ ഞാൻ വെസ്റ്റീജിന് 100-ൽ 100 മാർക്കും നൽകും. എന്തുകൊണ്ടാണ് അദ്ദേഹം അത്ര ഉറപ്പോടെ അത് പറയുന്നത്? ഇതൊരു വളരെ പ്രധാനപ്പെട്ട തുടക്കമാണ്. കാരണം ഈ രംഗത്തേക്ക് വരുന്ന ഒരാളുടെ മനസ്സിലെ ആദ്യത്തെ ചോദ്യം എന്തായിരിക്കും? ഇതിനെ വിശ്വസിക്കാൻ പറ്റുമോ എന്നല്ലേ? ശരിയാണ്. ഒരുപാട് കമ്പനികൾ വരുന്നു, പോകുന്നു. അതെ, പഠനങ്ങൾ പറയുന്നത് പുതിയതായി തുടങ്ങുന്ന 90% കമ്പനികളും ആദ്യത്തെ ഒരു 5 വർഷത്തിനുള്ളിൽ തന്നെ പൂട്ടുമെന്നാണ്. അപ്പോൾ ആ ഒരു പേടിയെയാണ് ഭരില് ആദ്യം തന്നെ അഡ്രസ് ചെയ്യുന്നത്. ഓഹോ, അപ്പോ വെസ്റ്റീജ് 20 വർഷം പൂർത്തിയാക്കിയെന്ന് കേൾക്കുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കൊരു സുരക്ഷിതത്വം കിട്ടുന്നു. അതുതന്നെയാണ് പോയിന്റ്. ആ വിശ്വാസ്യത, അതിനെ ഒരു അടിത്തറയായി വെച്ചിട്ടാണ് അദ്ദേഹം ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. ആദ്യം നിങ്ങളുടെ സംശയം മാറ്റുന്നു, എന്നിട്ടേ അവസരത്തെക്കുറിച്ച് സംസാരിക്കുന്നുള്ളൂ. വെസ്റ്റീജ് ഉണ്ടെങ്കിൽ എല്ലാം സാധ്യമാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അതിന്റെ പിന്നിൽ ഈ 20 വർഷത്തെ ഒരു കരുത്തുണ്ട്. ശരിയാണ്. അതോടെ കേൾക്കുന്നയാൾ ബാക്കി കേൾക്കാൻ തയ്യാറാകുന്നു. അതെ, ആ വിശ്വാസ്യത ഉറപ്പിച്ച ശേഷം ഭരിലെ ആളുകളുടെ വികാരങ്ങളെയാണ് സ്പർശിക്കുന്നത്, പ്രത്യേകിച്ചും അവരുടെ സ്വപ്നങ്ങളെ. ഇതൊരു ഉൽപ്പന്നം വിൽക്കുന്നതിനെക്കുറിച്ചുള്ള ബിസിനസ്സല്ല, മറിച്ച് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനെക്കുറിച്ചുള്ളതാണെന്ന് അദ്ദേഹം വീണ്ടും വീണ്ടും പറയുന്നു. പരിധികളില്ലാതെ ചിന്തിക്കൂ എന്ന ആ ആഹ്വാനം, അതെന്തിനാ അത്ര പ്രാധാന്യത്തോടെ പറയുന്നത്? അവിടെയാണ് ഈ ആശയത്തിന്റെ ഒരു കാതൽ. സാധാരണ ബിസിനസ്സുകൾ സംസാരിക്കുന്നത് എന്ത് വിൽക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഞങ്ങളുടെ കയ്യിൽ ഇന്ന സോപ്പുണ്ട്, അല്ലെങ്കിൽ ഇന്ന ഹെൽത്ത് പ്രോഡക്റ്റ് ഉണ്ട് എന്നൊക്കെ. എന്നാൽ ഇവിടെ ഊന്നൽ എന്തിനു വിൽക്കുന്നു എന്നതിനാണ്. പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, നിങ്ങളുടെ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾ നേടാനാണ് എന്ന് പറയുമ്പോൾ അതിന്റെ തലം തന്നെ മാറും. അതായത് ഇതൊരു വിൽപ്പന എന്നതിലുപരി ഒരു പേഴ്സണൽ മിഷൻ പോലെയാകുന്നു. ജീവിതങ്ങളെ മാറ്റിമറിക്കുന്ന ബിസിനസ് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് അതുകൊണ്ടാണല്ലേ? അതെ, ഭരിലി തന്നെ സ്വപ്നത്തെ നിർവചിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അസാധ്യമായി തോന്നുന്ന ഒന്നിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് സ്വപ്നം എന്ന്. അതൊരു വലിയ വീടാകാം, മക്കളുടെ നല്ല വിദ്യാഭ്യാസമാകാം, അടങ്ങളില്ലാത്ത ഒരു ജീവിതമാകാം. അതെ, വെസ്റ്റീജ് എന്നത് ആ സ്വപ്നത്തിലേക്കുള്ള ഒരു വാഹനം മാത്രമാണെന്ന് പറയുമ്പോൾ ഓരോ വ്യക്തിക്കും അതിനെ സ്വന്തം ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റും. ഇതൊരു വൈകാരികമായ അടുപ്പമുണ്ടാക്കുന്നു. എനിക്കിതിൽ കൗതുകം തോന്നിയ മറ്റൊരു കാര്യമുണ്ട്. ഇവിടെ വ്യക്തിയല്ല, കുടുംബമാണ് വിജയിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. സാധാരണ നമ്മൾ സംസാരിക്കാറ് വ്യക്തിഗത നേട്ടങ്ങളെക്കുറിച്ചാണല്ലോ. എന്തുകൊണ്ടാണ് ഈ കുടുംബം എന്ന ആശയം ഇവിടെ ഇത്ര ശക്തമാകുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമ്മുടെ എല്ലാം ജീവിതത്തിലെ തീരുമാനങ്ങളുടെ എല്ലാം കേന്ദ്രം കുടുംബമാണ്, അല്ലേ? നിങ്ങളൊരു ജോലിക്ക് പോകുന്നതുപോലും കുടുംബത്തിന്റെ ഭാവിയെ ഓർത്താണ്. ശരിയാണ്. അപ്പോൾ ഇവിടെ വെസ്റ്റീജ് ചെയ്യുന്നത് ആ വികാരത്തെ ബിസിനസ്സുമായി നേരിട്ട് ബന്ധിപ്പിക്കുകയാണ്. നിങ്ങൾ വിജയിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബം മുഴുവൻ വിജയിക്കുന്നു, അവർക്ക് മനസ്സമാധാനം കിട്ടുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് കൂടുതൽ അർത്ഥം വരുന്നു. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒന്നാണ് തലമുറകളുടെ ബിസിനസ് എന്ന ആശയം. ഒരു സാധാരണ ജോലി നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ പറ്റില്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത് തലമുറകളുടെ ബിസിനസ്സാകുന്നത്? ആ ചോദ്യമാണ് ഇതിന്റെ ഒരു ഘടനാപരമായ പ്രത്യേകതയിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. ഇതൊരു വെറും വൈകാരികമായ പ്രസ്താവനയല്ല. ഡയറക്ട് സെല്ലിംഗിന്റെ ഘടന പ്രവർത്തിക്കുന്നത് നിങ്ങളൊരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഒരു ടീം ഉണ്ടാക്കുന്നതിലൂടെയാണ്. കാലം കഴിയുമ്പോൾ ആ നെറ്റ്വർക്ക് സ്വയം പ്രവർത്തിക്കാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾ നേരിട്ട് ജോലി ചെയ്യാത്തപ്പോഴും അതിൽ നിന്നൊരു വരുമാനം വന്നുകൊണ്ടിരിക്കും. ഇതിനെയാണ് പാസീവ് ഇൻകം എന്ന് പറയുന്നത്. ഓഹോ, അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ നെറ്റ്വർക്ക് ഒരു ആസ്തിയായി മാറുന്നു. അത് നമുക്ക് ശേഷം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് കൈമാറാം. അതാണോ അവർ പറയുന്നത്? കൃത്യമായി. അതാണിതിനെ ഒരു തലമുറകളുടെ ആസ്തിയാക്കി മാറ്റുന്നത്. സ്വന്തം മകനും ഈ ബിസിനസിന്റെ ഭാഗമാണെന്ന് ഭരില് പറയുമ്പോൾ അദ്ദേഹം ആ ആശയത്തിനൊരു ജീവിക്കുന്ന ഉദാഹരണമായി മാറുകയാണ്.
ഇത് കേൾക്കുന്ന ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആകർഷകമായ ഒന്നാണ്. നിങ്ങൾ ഇന്ന് അധ്വാനിക്കുന്നത് വെറുതെയാവുന്നില്ല. അത് നിങ്ങളുടെ കുടുംബത്തിന് ഒരു തുടർച്ചയായ വരുമാന സ്രോതസ്സായി മാറുന്നു എന്ന ആശയം വളരെ ശക്തമാണ്. ശരിയാണ്, ആ ആശയം വ്യക്തമായി. ഇനി നമുക്ക് ഇതിലെ ഏറ്റവും രസകരമായ ഭാഗത്തേക്ക് വരാം. ഭരിൽ സച്ചിൻ ടെണ്ടുൽക്കറെ ഉദാഹരിക്കുന്ന ഭാഗം. ഈ രാജ്യത്ത് ജനിച്ച് ക്രിക്കറ്റ് കളിച്ച് സച്ചിൻ ഒരു ഫെറാറി വാങ്ങാമെങ്കിൽ, അതേ രാജ്യത്ത് ജനിച്ച് വെസ്റ്റീജ് എന്ന ബാറ്റ് ഉപയോഗിച്ച് എന്തുകൊണ്ട് നിങ്ങൾക്കും ഒന്നായിക്കൂടാ? ഈ ഉപമ എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകളുടെ മനസ്സിൽ തട്ടുന്നത്? ഇതൊരു ഗംഭീരമായ ഒരു ആശയവിനിമയ തന്ത്രമാണ്. അതിന്റെ കാരണങ്ങൾ പലതാണ്. ഒന്ന്, സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യയിലെ ഏതൊരാൾക്കും ആരാധനയും ബഹുമാനവും ഉള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഉദാഹരിക്കുമ്പോൾ തന്നെ ആളുകൾ ശ്രദ്ധിക്കും. അതുപോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാൻ നിങ്ങൾക്കും ഒരു ഉപകരണം വേണം. ആ ഉപകരണമാണ് വെസ്റ്റീജ്. ആ ഉപമ കേൾക്കുമ്പോൾ വലിയ സ്വപ്നങ്ങൾ നേടുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ലെന്ന് തോന്നിപ്പോകും. ശരിക്കും സിമ്പിളായി തോന്നും. അതാണതിന്റെ ഏറ്റവും ബുദ്ധിപരമായ ഭാഗം. നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. സച്ചിനാകാൻ കഠിനാധ്വാനം മാത്രം മതിയോ? പോരാ, അതിന് ജന്മസിദ്ധമായ അസാധാരണമായ കഴിവ് വേണം. അത് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഇല്ലാത്തൊന്നാണ്. ശരിയാണ്. എന്നാൽ ഒരു ബാറ്റ് അങ്ങനെയല്ല. അതൊരു ഉപകരണം മാത്രമാണ്. അത് ആർക്കും കയ്യിലെടുത്ത് ഉപയോഗിക്കാൻ ശ്രമിക്കാം. അപ്പോ നിങ്ങൾക്ക് സച്ചിന്റെ അത്ര കഴിവൊന്നും വേണ്ട, ഈ ലളിതമായ ഉപകരണം ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി എന്നൊരു സന്ദേശം കൂടി അതിലുണ്ട്. കൊള്ളാം. അത് ശരിക്കും സാധാരണക്കാരന് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. സച്ചിനെ പോലെ ഒരു ഇതിഹാസമാകാൻ പറ്റിയില്ലെങ്കിലും അദ്ദേഹത്തിന്റെ അതേ സ്വപ്നങ്ങൾ നേടാൻ എനിക്കും സാധിക്കും എന്നൊരു ചിന്ത അത് നൽകുന്നു. തീർച്ചയായും. നിങ്ങളുടെ കയ്യിലും ഒരു ബാറ്റുണ്ട്. അതുപയോഗിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങളുടെ ഫെറാരി സ്വന്തമാക്കാം എന്നു പറയുന്നത്ര സിമ്പിളും ശക്തവുമാണ് ആശയം. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? SP ഭരിലിന്റെ വാക്കുകളിലൂടെ ഈ സോഴ്സ് ഫെസ്റ്റിജിനെ അവതരിപ്പിക്കുന്നത് കേവലം ഒരു ബിസിനസ് അവസരമായിട്ടല്ല, മറിച്ച് ആളുകളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ആശയാവതരണമാണ്. അതെ, അതിന്റെ ഘടന ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാകും. ആദ്യം കമ്പനിയുടെ 20 വർഷത്തെ ചരിത്രം പറഞ്ഞ് വിശ്വാസ്യത ഉറപ്പിക്കുന്നു. പിന്നീട് ഓരോ വ്യക്തിയുടെയും ഏറ്റവും വലിയ വൈകാരികമായ ആവശ്യമായ സ്വപ്നങ്ങളെ ലക്ഷ്യമിടുന്നു. ആ സ്വപ്നങ്ങളെ കുടുംബത്തിന്റെ സുരക്ഷയുമായി ബന്ധിപ്പിക്കുന്നു. അതിന് ഒരു തലമുറകളുടെ സുസ്ഥിരതയുണ്ടെന്ന് പറയുന്നു. അവസാനം ഇതെല്ലാം നേടിയെടുക്കാൻ വളരെ സിമ്പിളായ ഒരു ഉപകരണം നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് സച്ചിന്റെ ഉദാഹരണത്തിലൂടെ പറയുന്നു. ഇതൊരു സമ്പൂർണ്ണ പാക്കേജാണ്. സംശയം, ആഗ്രഹം, സുരക്ഷ, പ്രായോഗികത എല്ലാത്തിനെയും ഇത് സ്പർശിക്കുന്നുണ്ട്. അതെ, സാധ്യതകൾ എന്നതാണ് ഇതിലെ പ്രധാന വാക്ക്. ഈ സന്ദേശം കേൾക്കുന്ന ഏതൊരാൾക്കും, അതായത് നിങ്ങൾക്കും, നിങ്ങളുടെ സ്വപ്നങ്ങൾ എത്ര വലുതാണെങ്കിലും അത് നേടിയെടുക്കാൻ ഒരു വഴിയുണ്ട് എന്നൊരു തോന്നൽ നൽകാൻ ഈ സോഴ്സിന് കഴിയുന്നുണ്ട്. നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി പങ്കുവെച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ഒരുപക്ഷേ അതൊരു പുതിയ വീടായിരിക്കാം, ലോകം ചുറ്റി സഞ്ചരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ കടബാധ്യതകളില്ലാത്ത ഒരു ജീവിതമായിരിക്കാം. ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങളൊരവസരം തേടുന്നുണ്ടോ? ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് അന്നടിയൊരു അവസരത്തെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ്. അതിലുപയോഗിച്ചിരിക്കുന്ന ആശയവിനിമയ തന്ത്രങ്ങളാണ് നമ്മൾ പരിശോധിച്ചത്. ഇനി നിങ്ങൾ ഏതൊരു അവസരത്തെക്കുറിച്ച് കേൾക്കുമ്പോഴും അത് വൈകാരികമായി നിങ്ങളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മാത്രമല്ല, അതിന്റെ പിന്നിലെ ഘടനയും ആശയവും എന്താണെന്ന് കൂടി ചിന്തിക്കുക. ഒരുപക്ഷേ ആ ചിന്ത നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്കുള്ള ശരിയായ വഴി കണ്ടെത്താൻ സഹായിച്ചേക്കാം.